ജീവിതം സുന്ദരമാക്കാൻ ഉള്ളിലെ സ്നേഹത്തിന്റെ ഉറവ കണ്ടെത്തണമെന്നും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകണമെന്നും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകണമെങ്കിൽ എളിമ ശീലിക്കണമെന്നും അമ്മ പറഞ്ഞു. കൈമനം ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന്റെ 2ാം ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ. നമ്മളെല്ലാം ജീവിതത്തിന് പലതരത്തിലുള്ള കാഴ്ചപ്പാടും വ്യാഖ്യാനമാണ് കൊടുക്കുന്നത്. ചില മക്കൾ പറയും കടൽ പോലാണ് ജീവിതം, ചില മക്കൾ പറയും കവിത പോലാണ് ജീവിതം, ചില മക്കൾ പറയും ഒരു നദീപ്രവാഹം പോലാണ് ജീവിതം, ചില മക്കൾ പറയും ഒരു നീണ്ട യാത്ര പോലാണ് ജീവിതം, ചില മക്കൾ പറയും സ്വപ്നം പോലാണ് ജീവിതം. ഇങ്ങനെ ജീവിതത്തിന് പലരും പലതരത്തിലുള്ള അർത്ഥവും വ്യാഖ്യാനമാണ് കൊടുക്കുന്നത്. എന്നാൽ വിനയമാണ് ജീവിതം, ക്ഷമയാണ് ജീവിതം, സഹനമാണ് ജീവിതം, ത്യാഗമാണ് ജീവിതം, വിശാല മനസ്സാണ് ജീവിതം എന്ന് പറയുന്നത് അപൂർവമായി മാത്രമേ നമ്മൾ കേൾക്കാറുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, മനുഷ്യനെ ചെറിയ ബുദ്ധി കൊണ്ട് മാത്രം അളക്കാൻ സാധിക്കാത്ത നിഗൂഢയാണ് ജീവിതം. യഥാർത്ഥത്തിൽ ജീവിതം അനന്തമാണ്. അതാണ് ഋഷീശ്വരന്മാർ സത്യമെന്ന് വിളിച്ചത്. മനസ്സുകൊണ്ട് എത്തിപ്പെടാൻ സാധിക്കാത്ത അനന്തതയാണ് ജീവിതത്തിൻ്റെ അർത്ഥം വ്യാപ്തി. അതുമായി ശ്രുതിയേൽക്കാനും പൊരുത്തപ്പെടാനും കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയും ഉണ്ടാകുന്നത്. ആധ്യാത്മികമാണെങ്കിലും ഭൗതികമാണെങ്കിലും ലോകജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും വേണമെങ്കിൽ ഈ ശ്രുതി ചേർക്കൽ ആവശ്യമാണ്. അതിനെന്താണ് മാർഗം? നമ്മുടെ അഹംഭാവം കുറയ്ക്കുക, പിന്നെ എളിമ ശീലിക്കുക, സ്നേഹം എടുക്കാനും പിടിച്ചു പറ്റാനും മാത്രമാണ് ഉള്ള ചിന്താഗതി മാറ്റുക, ഉള്ളിലെ സ്നേഹത്തെ ഉറവ കണ്ടെത്തുക, അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുക, അങ്ങനെ ത്യാഗവും നിസ്വാർത്ഥവും വളർത്തുക. ഈ വിധത്തിൽ ശ്രുതി ചേർക്കുമ്പോൾ ജീവിതം സുന്ദരവും ശ്രുതിമധുരമായ ഒരു സംഗീതം പോലെ നമുക്കും മറ്റുള്ളവർക്കും സുഖകരമായ അനുഭവമായി തീരും.